സെക്ഷൻ 4.7 അവസാനത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റോ സ്പേസിൻ്റെ ഒരു ബേസിസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. റോ സ്പേസിലുള്ള അതേ റോസ് തന്നെ ബേസിസായി വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ബേസിസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോബ്ലം നോക്കുക. ബേസിസ് ഫോർ ദ റോ സ്പേസ് ഓഫ് എ മെട്രിക്സ്. Find a basis for row space of this matrix consisting entirely of row vectors from A. സാധാരണഗതിയിൽ നമ്മൾ റോ സ്പേസിൻ്റെ ബേസിസ് കാണാൻ പഠിച്ചു കഴിഞ്ഞതാണ്. അതായത് എയിൽ നമ്മൾ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് നടത്തുന്നു. അങ്ങനെ എയോട് സിമിലർ ആയിട്ടുള്ള ഒരു റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലേക്ക് എത്തണു. അപ്പോൾ അതിൽ ഫസ്റ്റ് ലീഡിങ് എലമെൻറ്റ് 1 ആയിട്ട് വരുന്ന ലീഡിങ് എൻട്രി 1 ആയിട്ട് വരുന്ന റോസ് ഏതൊക്കെയാണെന്ന് നോക്കണു. ആ റോസാണ് നമുക്ക് ആറിൻ്റെയും അതുപോലെ തന്നെ എയുടെയും ഒരു ബേസിസ് ആയിട്ട് കിട്ടിയിരുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ബേസിസിലെ എലമെൻറ്റ്സ് ആയിട്ട് വേണ്ടത് എയിലുള്ള അതേ റോസ് തന്നെയാണ്. സോ നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും നോക്കാം. അതിന് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. റോ സ്പേസ് ഓഫ് എ ഈസ് സെയിം ആസ് കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. എയിലുള്ള ഓരോ റോയും കോളമായിട്ട് വരുന്ന മെട്രിക്സ് ആണ് എ ട്രാൻസ്പോസ്. സോ എയുടെ റോ സ്പേസ് എന്ന് പറയുന്നതും എ ട്രാൻസ്പോസിൻ്റെ കോളം സ്പേസ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. സോ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ട്രാൻസ്പോസ്. ഓക്കെ, സോ വി ഹാവ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ്. ഇതിൽ നമ്മൾ ഇതിൽ റോ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് ദ റോ എക്കലൻ ഫോം ഓഫ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എ ട്രാൻസ്പോസിൻ്റെ റോ എക്കലൻ ഫോമാണ്. അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ റോ എക്കലൻ ഫോം കണ്ടു കഴിയുമ്പോൾ നമുക്ക് കാണാം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആണ്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. തേർഡ് റോയിലും ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. ഓക്കെ, ഈ വണ്ണുകളുള്ളത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ആൻഡ് ഫോർത്ത് കോളത്തിലാണ് നമുക്ക് ഈ ലീഡിങ് വണ്ണുകളുള്ളത്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം ഈ കിട്ടിയിരിക്കുന്ന റോ റെഡ്യൂസ്ഡ് ഫോമിൻ്റെ ഈ എക്കലൻ ഫോമിൻ്റെ കോളം സ്പേസിൻ്റെ ഒരു ബേസിസ് ആണ് ഫസ്റ്റ് ദിസ് 1 0 0 0 എക്സെട്ര, ദെൻ 2 1 0 0 0, ദെൻ 2 -10 1 0 0. ഈ 3 വെക്റ്റേഴ്സ് ചേർന്നാൽ നമുക്ക് ഈ എക്കലൻ ഫോമിൻ്റെ കോളം സ്പേസിൻ്റെ ഒരു ബേസിസ് കിട്ടും. ആൻഡ് ദ കറസ്പോണ്ടിങ് കോളംസ് ഇൻ എ ട്രാൻസ്പോസ്, അതായത് ദ ഫസ്റ്റ് കോളം ഓഫ് എ ട്രാൻസ്പോസ്, സെക്കൻഡ് കോളം ഓഫ് എ ട്രാൻസ്പോസ് ആൻഡ് ഫോർത്ത് കോളം ഓഫ് എ ട്രാൻസ്പോസ് will form column space of A transpose using dependency relation between similar matrices. അതായത് ഒരു മെട്രിക്സിൻ്റെയും അതിൻ്റെ റോ എക്കലൻ ഫോമിൻ്റെയും കോളംസ് തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് എ ട്രാൻസ്പോസിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോളംസ് തന്നെയാണ് അതിൻ്റെ റോ എക്കലൻ ഫോമിലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക, തിരിച്ചും. സോ നമുക്കറിയാം C1 C2 and C4 of A transpose will form a column space, will form a basis for the column space of A transpose. അപ്പോൾ കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് റോ സ്പേസ് ഓഫ് എ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ C1ൻ്റെ ട്രാൻസ്പോസ്, സോ 1 - 2 0 0 3 എന്നുള്ളത് ഒരു റോ മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതുന്നു. അതുപോലെ ഇവിടെ C2 എന്ന് പറയുന്നത് നമുക്കൊരു കോളം മെട്രിക്സ് ആണ്. അതിനെ റോ മെട്രിക്സ് ആയിട്ട് എഴുതുക, അതായത് ട്രാൻസ്പോസ് എടുക്കുക. സോ വി വിൽ ഗെറ്റ് R2 ഈക്വൽ ടു 2 - 5 - 3 - 2 6. ദെൻ C4ന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് R4 ഹിയർ 2 6 18 8 6. This will form row space of A, or span of these 3 vectors will form row space of A, or the rows R1 R2 and R4 forms a basis for the row space of A. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു മെട്രിക്സ് തന്നാൽ ആ മെട്രിക്സിലെ തന്നെ റോസ്
ബേസിസ് ആയിട്ട് വരുന്ന രീതിയിൽ റോ സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്കിവിടെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. Given a set of vectors S is equal to v1, v2, etc. vk in Rn, find a subset of these vectors that forms a basis for span of S, and express each vector that is not in that basis as a linear combination of the basis vectors. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ടാവും. ഓക്കെ, സേ v1, v2, etc. vk, these are vectors in Rn. Then what is span of S എന്ന് കണ്ടുപിടിക്കാം. We will call this as W. ഈ span of Sൻ്റെ ഒരു ബേസിസ് നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് ദോസ് ബേസിസ് വെക്റ്റേഴ്സ് ഷുഡ് ബി ഫ്രം S itself. ഓക്കെ, അപ്പോൾ ഈ എസ്സിലുള്ള വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എസ് തന്നെ ഒരു ബേസിസ് ആവും. പക്ഷേ ഈ എസ് എന്ന് പറയുന്നത് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ്സിൻ്റെ ഒരു സബ്സെറ്റ്, സ്പാൻ ഓഫ് എസ്സിൻ്റെ ബേസിസ് ആവുന്ന എസ്സിൻ്റെ ഒരു സബ്സെറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. ഈ മോഡൽ ഒരു പ്രോബ്ലം ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന v1, v2, etc. vk എന്നുള്ള വെക്റ്റേഴ്സിനെ കോളംസ് ആകുന്ന രീതിയിൽ നമ്മളൊരു മെട്രിക്സ് കണ്ടുപിടിക്കണു. ആ മെട്രിക്സിൻ്റെ കോളം സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കുക. ആൻഡ് ദാറ്റ് വിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ സ്പാൻ ഓഫ് എസ്സിൻ്റെ ഒരു ബേസിസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ദെൻ ഇവിടുത്തെ പ്രോബ്ലത്തിന് ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. എക്സ്പ്രസ് ഈച്ച് വെക്റ്റർ ദാറ്റ് ഈസ് നോട്ട് ഇൻ ദാറ്റ് ബേസിസ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബേസിസ് വെക്റ്റേഴ്സ്. സോ നമുക്കൊരു ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്ന സെറ്റിലെ ബാക്കിയുള്ള വെക്റ്റേഴ്സിനെ, ബേസിസിൽ ഇല്ലാത്ത വെക്റ്റേഴ്സിനെ ബേസിസിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സ്റ്റെപ്പ് വൈസ് ഇൻഫർമേഷൻ നോക്കുക. ഫോം എ മെട്രിക്സ് എ ഹൂസ് കോളംസ് ആർ വെക്റ്റേഴ്സ് ഇൻ ദ സെറ്റ് v1, v2, etc. vk. ഇതാണ് ഞാൻ പറഞ്ഞത്. ദെൻ റെഡ്യൂസ് എ ടു റോ എക്കലൻ ഫോം ആർ. അപ്പോൾ റോ എക്കലൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഡിനോട്ട് ദ കോളം വെക്റ്റേഴ്സ് ഓഫ് ആർ ബൈ w1, w2, etc. wk. സോ എ എന്ന് പറയുന്ന മെട്രിക്സിലെ കോളംസിനെ ഡിനോട്ട് ചെയ്യുന്നത് v1, v2, etc. vk. അതിൽ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് നടത്തി നമുക്ക് കിട്ടുന്ന എക്കലൻ ഫോമിനെ ആർ എന്ന് വിളിക്കുന്നു. അതിലുള്ള കോളംസിനെ വിളിക്കുന്നു w1, w2, etc. wk. ഓക്കെ, ഇനി ഈ എക്കലൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ഏതൊക്കെ കോളംസാണ് ലീഡിംഗ് വണ്ണുകളെ കണ്ടെയ്ൻ ചെയ്യുന്നത്. ആ ലീഡിംഗ് വണ്ണുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളംസ് കിട്ടിയാൽ ദ കറസ്പോണ്ടിങ് കോളം വെക്റ്റേഴ്സ് ഓഫ് എ ഫോം എ ബേസിസ് ഫോർ സ്പാൻ ഓഫ് എസ്. സോ ഇത്രയും ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കാര്യം. ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. അതായത് ബേസിസിൽ ഇല്ലാത്ത വെക്റ്റേഴ്സിനെ ബേസിസ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്റ്റെയിൻ എ സെറ്റ് ഓഫ് ഡിപ്പെൻഡൻസി ഇക്വേഷൻസ് ഫോർ ദ കോളം വെക്റ്റേഴ്സ് w1, w2, etc. wk ഓഫ് ആർ by successively expressing each wi that does not contain a leading one of R as a linear combination of predecessors that do. അതായത് സപ്പോസ് നമ്മുടെ ബേസിസിലുള്ളത് w1, w2, then w4, w5 ആണെന്ന് കരുതുക. ഓക്കെ, ആക്ച്വലി നമ്മുടെ കയ്യിൽ ഒരു w9 വരെയുള്ള വെക്റ്റേഴ്സ് ഉണ്ടെന്നും അസ്യൂം ചെയ്യാം. സോ ബേസിസ് എന്ന് പറയുന്നത് ഈ 4 പേരാണ്. സോ ബേസിസിൽ ഇല്ലാത്ത വെക്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. w1 ബേസിസിലുണ്ട്, w2 ഉണ്ട്, ദെൻ w3 ഇവിടെ ഇല്ല. സോ നമ്മൾ ചെയ്യേണ്ടത് w3യെ w1ൻ്റെയും w2ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് w3ക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ദെൻ w4ഉം w5ഉം ഇവിടെ ഉണ്ട്. ഇനി w6നെ നമുക്ക് w1, w2, ദെൻ w4, ദെൻ w5 ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാം. സോ സം സ്കേലാസ് വിൽ ബി ഹിയർ.
ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടുന്നത് ആറിലുള്ള കോളംസ് തമ്മിലുള്ള ഡിപ്പെൻഡൻസി റിലേഷനാണ് കിട്ടുന്നത്. സോ ഇഫ് W3 ഈക്വൽ ടു C1W1 പ്ലസ് C2W2 യു ക്യാൻ എക്സ്പ്രസ് V3 ആസ് C1V1 പ്ലസ് C2V2. അതുപോലെ ഇഫ് W6 ഈസ് D1W1 പ്ലസ് D2W2 പ്ലസ് D4W4 plus D5W5, you can write V6 as D1V1 plus D2V2 plus D4V4 plus D5V5 and so on. അതായത് ഈ ഡിപ്പെൻഡൻസി റിലേഷനുകൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി ക്ലിയർ ആവും. ഹിയർ വി ആർ ഗിവൺ 5 വെക്ടേഴ്സ് V1, V2, V3, V4 ആൻഡ് V5. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് എ സബ്സെറ്റ് ഓഫ് V1, V2, V3, V4, V5 ദാറ്റ് ഫോംസ് എ ബേസിസ് ഫോർ സബ്സ്പേസ് ഓഫ് R4 സ്പാൻഡ് ബൈ ദീസ് വെക്ടേഴ്സ്. സോ ഇവിടെ എസ് എന്ന് പറയുന്നത് V1, V2, V3, V4, V5 ആണ്. എസ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ സ്പാൻ എസ് എന്ന് പറയുന്ന സബ്സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. സ്പാൻ ഓഫ് എസ്. ഈ സ്പാൻ ഓഫ് എസിൻ്റെ ഒരു ബേസിസ് നമുക്ക് കണ്ടുപിടിക്കണം. ആ എല്ലാ ബേസിസ് വെക്ടേഴ്സും എസ് എന്ന് പറയുന്ന സെറ്റിലുള്ളവരായിരിക്കണം. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ ചെയ്യേണ്ടത്. നൗ ദ നെക്സ്റ്റ് പാർട്ട് ഇസ് എക്സ്പ്രസ് ഈച്ച് വെക്ടർ നോട്ട് ഇൻ ദ ബേസിസ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ ബേസിസ് വെക്ടേഴ്സ്. സോ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കുക. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് form a matrix whose columns are V1, V2, V3, V4 and V5. So here V1 is 1, -2, 0, 3. So write this as the first column 1, -2, 0, 3. Now V2. V2 is 2, -5, -3, 6. Then V3 is 0, 1, 3, 0. V4 is 2, -1, 4, -7 and V5 is 5, -8, 1, 2. ഈ മെട്രിക്സിനെ അതിൻ്റെ എക്കലൻ ഫോമിലേക്ക് മാറ്റിയെടുക്കുക. നമ്മൾ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് നടത്തി ഇതിനെ എക്കലൻ ഫോമിലേക്ക് മാറ്റുക. എക്കലൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും. ഓക്കെ, എക്കലൻ ഫോം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തത്. സോ യു വിൽ ഗെറ്റ് ദിസ് മെട്രിക്സ്. ഇതിൽ ലീഡിങ് വണ്ണുകൾ എവിടെയാണുള്ളത് നോക്കാം. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. നൗ ലുക്ക് അറ്റ് ദ സെക്കൻഡ് റോ. സെക്കൻഡ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി എന്ന് പറയുന്നത് 1 ആണ്. തേർഡ് റോ നോക്കുക. തേർഡ് റോയിലും ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്. ഫോർത്ത് റോ ഫുൾ സീറോയാണ്. സോ നമുക്ക് ലീഡിങ് വണ്ണുകളെ കിട്ടി. ഈ ലീഡിങ് വണ്ണുകൾ ഏതൊക്കെ കോളത്തിലാണുള്ളത്? വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ W1, W2 ആൻഡ് W4. ഓക്കെ, സോ W1, W2, W4 ഫോംസ് എ ബേസിസ് ഫോർ ദിസ് റെഡ്യൂസ്ഡ് എക്കലൻ ഫോം. ഈ എക്കലൻ ഫോമിൻ്റെ കോളം സ്പേസ് ആണ് W1, W2, W4. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്പാൻ എസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് വെക്ടേഴ്സ് ഇൻ എ. ദേ ആർ V1, V2 ആൻഡ് V4. V1, V2 ആൻഡ് V4 ഈസ് എ ബേസിസ് ഫോർ നമ്മുടെ പ്രീവിയസ് മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒരു ബേസിസ് നമുക്കിവിടെ കിട്ടി. ആൻഡ് ദിസ് ഈസ് എ സബ്സ്പേസ് ഓഫ് എസ്. എസ് എന്ന് പറയുന്നത് V1, V2, V3, V4, V5 അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ നമ്മുടെ കയ്യിലുള്ളത് എത്ര വെക്ടേഴ്സ് ആയിരുന്നു? V1, V2, V3, V4, V5. സോ ഇതിൽ ആരൊക്കെയാണ് ബേസിസിലില്ലാത്തത്? ഇറ്റ് ഈസ് V3 ആൻഡ് V5. സോ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് എക്സ്പ്രസ് V3 ആൻഡ് V5 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V1, V2 ആൻഡ് V4. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് W3യെ
W1-ൻ്റെയും W2-ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. W3. ഇവിടെ W3 എന്ന് പറയുന്ന മെട്രിക്സ് ഏതാന്ന് നോക്കുക. W3 ഈസ് 2 -1 0 0. അതിനെ നമുക്കിവിടെ കാണാം. ഹിയർ വി ഹാവ് 2. ഈ 2 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 times W1. സോ ഇവിടെ 2 കിട്ടി നമുക്ക്. ഈ W1-ലെ ബാക്കി എല്ലാവരും 0 ആയതുകൊണ്ട് 2W1 എന്ന് പറയുന്നത് നമുക്ക് 2 0 0 0 എന്നുള്ള കോളം മെട്രിക്സ് ആണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ -1 വരണം. ഇവിടെ -1 വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? W2-വിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ പ്ലസ് -1 ഇൻറ്റു W2. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് നത്തിങ് ബട്ട് W3. സോ വി ക്യാൻ എക്സ്പ്രസ് W3 ആസ് 2W1 മൈനസ് W2. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് V3 എന്നുള്ളതിനെ 2V1 മൈനസ് V2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ W5-നെ നമുക്ക് W1-ൻ്റെയും W2-ൻ്റെയും W4-ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. സോ വി ക്യാൻ സീ ദാറ്റ് W5 ഇസ് 1 1 1 0. ഓക്കെ, ഇതിനെ നമുക്ക് 1 0 0 0 പ്ലസ് then 0 1 0 0 പ്ലസ് 0 0 1 0 എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് W1 പ്ലസ് W2 പ്ലസ് W4. So we can express W5 as W1 plus W2 plus W4. So corresponding ആയിട്ട് നമുക്ക് V5 എന്നുള്ളതിനെ we can express V5 as V1 plus V2 plus V4. Okay, so we can express W5 as W1 plus W2 plus W4. So corresponding ആയിട്ട് നമുക്ക് ഇവിടെ ഡിപ്പെൻഡൻസി ഇക്വേഷൻസ്, ഈ ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി ഇക്വേഷൻസ് എന്ന് വിളിക്കുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് V3-യെ 2V1 മൈനസ് V2 എന്നും V5-നെ V1 പ്ലസ് V2 പ്ലസ് V4 എന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ വി ഹാവ് ഡൺ ദ സെക്കൻഡ് പാർട്ട് ഓൾസോ. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക.